നമസ്കാരം. തിരുവിതാംകൂറിലെ ഠാണാവുകളെ വിറപ്പിച്ച ഒരു കള്ളനുണ്ടായിരുന്നു കേരളത്തിൽ. ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പരാമർശിച്ചിട്ടുള്ള ആ പെരുങ്കള്ളൻ പഴങ്കഥകളിലൂടെ ധീരപുരുഷനായി മലയാളികളുടെ മനസ്സിൽ കുടിയേറി. കായംകുളം കൊച്ചുണ്ണി. ധനാഢ്യന്മാർക്കും ജന്മിമാർക്കും നാട്ടുരാജാക്കന്മാർക്കും അവൻ പേടി സ്വപ്നമായിരുന്നു. പന്തയം വെച്ചും പ്രതികാരം ചെയ്യാനും അവൻ ദിവസവും തീയതിയും പറഞ്ഞ് മോഷണം നടത്തി. ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ അവൻ ഏത് നിലവറകളും പൊളിച്ചു. ആമത്തൊടലിട്ട് പൂട്ടിയാലും ഖജനാവുകൾ അവൻ ഒറ്റ രാത്രി കൊണ്ട് കാലിയാക്കി. നമ്മളെ ഭരിക്കുന്ന പെരുങ്കള്ളന്മാരെ പോലെ ആയിരുന്നില്ല കായംകുളം കൊച്ചുണ്ണി. മുറജപത്തിന് പോകുന്ന ബ്രാഹ്മണന്മാരുടെയും തമ്പ്രാക്കന്മാരുടെയും ബൂർഷ്വാസികളുടെയും മുതൽ അപഹരിച്ചെടുത്ത് അവൻ പാവങ്ങൾക്ക് നൽകി. ഒന്നും സമ്പാദിക്കാതെ പാവങ്ങൾക്കായി ജീവിച്ചു. ഇതാണ് ചരിത്രം പറയുന്നത്. 41-ാം വയസ്സിൽ തടവറയിൽ കിടന്ന് മരിച്ച ഈ കൊച്ചുണ്ണിയെ മലമൂർത്തിയായി സങ്കല്പിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. കാരംവേലി ഇടപ്പാറ മലനട ക്ഷേത്രം. ഇവിടുത്തെ മലമൂർത്തിയാണ് കൊച്ചുണ്ണി ആശാൻ. കളവ് മുതൽ തിരിച്ചു കിട്ടാനും മോഷണം തടയാനും കൊച്ചുണ്ണി മൂർത്തിക്ക് മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് വെറ്റില സമർപ്പിച്ച് ഭക്തർ ദർശനം നടത്തുന്നു. ഈ കൊച്ചുണ്ണി ഇതാ വീണ്ടും കായംകുളത്തിൻ്റെ ആനുകാലിക രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു. മുസൽമാനായ കായംകുളം കൊച്ചുണ്ണി CPMന് വോട്ട് പിടിക്കാൻ പറ്റിയ മിത്തായി പരിണമിച്ച ഒരു കഥയാണ് പറഞ്ഞു വരുന്നത്. ടെലിവിഷൻ അവതാരകനും നടനുമായ അടൂർ ഗോവിന്ദൻകുട്ടി സംവിധാനം ചെയ്ത് 2010-ൽ പുറത്തിറങ്ങിയ 3 Char സൗബീസ് എന്ന സിനിമയിൽ കേട്ട ഒരു പാട്ടിലെ വരികൾ ഇങ്ങനെയായിരുന്നു. കൊച്ചുണ്ണി ആശാന് കായംകുളത്തൊരു സ്മാരകം വേണമെന്ന ഈ പാട്ട് കേട്ടപ്പോൾ അതൊരു ആക്ഷേപഹാസ്യമായിട്ട് മാത്രമാണ് അന്ന് തോന്നിയത്. എന്നാൽ ആ സ്വപ്നം ഇതാ ധീരോദാത്ത വിപ്ലവത്തിൻ്റെയും നിശ്ചയദാർഢ്യമുള്ള മാതൃത്വത്തിൻ്റെയും പ്രതീകമായ കായംകുളം MLA U പ്രതിഭ സാക്ഷാത്കരിച്ചിരിക്കുന്നു. തൻ്റെ MLA ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രതിഭ കായംകുളത്തെ കൊച്ചുണ്ണി മാമന് വേണ്ടി ഒരു സ്മാരകം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ടൂറിസം പദ്ധതിയുടെ അനുബന്ധമായിട്ട് കായൽ തീരത്താണ് കൊച്ചുണ്ണി സ്മാരക ഓഡിറ്റോറിയം ഉള്ളത്. കൊച്ചുണ്ണിയുടെ ഓർമ്മ നിലനിർത്താൻ ഇത്രയൊക്കെ ചെയ്ത പ്രതിഭയെ ഇനി ആർക്കും അവിടെ തോൽപ്പിക്കാനാകില്ല. സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം പിണറായി വിജയനെ കൊണ്ട് ചെയ്യിക്കണമായിരുന്നു. കണ്ടുപഠിക്കട്ടെ പിണറായി. ഉള്ളവൻ്റേത് അപഹരിച്ച് ഇല്ലാത്തവർക്ക് കൊടുത്ത ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ കള്ളൻ്റെ ജീവിതം പിണറായിക്ക് അറിവുള്ളതാണോ? അങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ പിണറായി കൊച്ചുണ്ണിയേക്കാൾ എത്രയോ താഴെയാണ്. അതിയാൻ ഇല്ലാത്തവൻ്റെ പോക്കറ്റടിച്ച് കഞ്ഞിക്കലം വടിച്ചു കോരി ഉള്ളവന്മാരെയും പൗരപ്രമുഖരെയും കാലുവാരികളെയും PSC അംഗങ്ങളെയും മറ്റും തീറ്റിപ്പോറ്റുന്നു. ഖജനാവിലെ കാശെടുത്ത് കുളിക്കടവും തൊഴുത്തും മോടി പിടിപ്പിക്കുന്നു. 15 കോടി മുടക്കി ഫ്ലെക്സ് വയ്ക്കുന്നു. എന്നാൽ കള്ളൻ കൊച്ചുണ്ണിയെ നോക്കൂ. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ കള്ളൻ പിടിച്ചുപറിച്ച കാശെടുത്ത് സ്വന്തം പ്രശസ്തിക്കായി ഫ്ലെക്സ് വെച്ചില്ല, മരുമകനെ വാഴിച്ചില്ല, തൻ്റെ അപദാനങ്ങൾ പാടാൻ തിരുവാതിരകളി സംഘത്തെ ഏൽപ്പിച്ചില്ല, തനിക്കായി ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ ജീവനക്കാരുടെ സംഘടനയോട് ആവശ്യപ്പെട്ടില്ല, മക്കൾക്ക് മാസപ്പടി നൽകാൻ ഒരു തമ്പ്രാനോടും കൽപ്പിച്ചതുമില്ല. അങ്ങനെയുള്ള സാമൂഹിക പരിഷ്കർത്താവായ കള്ളൻ കൊച്ചുണ്ണി എവിടെ കിടക്കുന്നു? പാവങ്ങളെ ചൂഷണം ചെയ്തും പിഴിഞ്ഞും കുത്തിത്തിരിപ്പുണ്ടാക്കിയും നിസ്വവർഗത്തിൻ്റെ വേദനകൾക്ക് കാതുകൊടുക്കാതെയും ഭരിക്കുന്ന കാരണഭൂതൻ എവിടെ കിടക്കുന്നു? കള്ളനും കാവൽക്കാരനും ചേർന്നാൽ മുഴുവൻ കക്കാമെന്ന പാഠമാണ് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ നമ്മോട് പറഞ്ഞു തരുന്നത്. എന്തായാലും U പ്രതിഭയ്ക്ക് കൊച്ചുണ്ണി മാമൻ്റെ അനുഗ്രഹം ഉറപ്പാണ്. നാട്ടിൽ കഞ്ചാവും കള്ളും അടിച്ച് നടക്കുന്ന പിള്ളേരോട് പറഞ്ഞേക്കണം, കൊച്ചുണ്ണി ആശാൻ ഈ വക ലഹരികളൊന്നും ഉപയോഗിച്ചയാളല്ലെന്ന്. തസ്കര ശ്രീമാൻ കൊച്ചുണ്ണി ആശാന് സ്മാരകം പണിത U പ്രതിഭയുടെ നാമം കൊച്ചുണ്ണിയെ മലയാളികൾ ഓർക്കുന്ന കാലത്തോളം നിലനിൽക്കും തീർച്ച.